നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഒരു വർഗീയ സംഘർഷവും ഉണ്ടായിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത ശക്തി പ്രാപിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കണമെന്നും MV ഗോവിന്ദൻ. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവർ ജനങ്ങളുടെ ചോദ്യത്തെ ഭയപ്പെടുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. 70 കൊല്ലം കേരളം മാറി മാറി ഭരിച്ചവർ നാടിനെ നശിപ്പിച്ചു. മാറ്റം വേണമെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയതായും രാജീവ് ചന്ദ്രശേഖർ. യുവാക്കളെ ഇവിടെ നിലനിർത്തണമെങ്കിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്നും UDFന്റെ ലക്ഷ്യം അതാണെന്നും ശശി തരൂർ MP. പിൻവാതിൽ നിയമനങ്ങൾ ഒഴിവാക്കും. PSCയിലൂടെ മാത്രം ജോലി നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും MP. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയ വീട്ടമ്മയ്ക്ക് കൃത്യമായി ചികിത്സ നൽകിയില്ലെന്ന പരാതി. അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശി അമ്പിളിയാണ് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയത്. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിക്കെതിരെയാണ് പരാതി. വിശദമായ വാർത്തകളിലേക്ക്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഒരു വർഗീയ സംഘർഷവും നടത്താൻ അനുവദിച്ചിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDF കൊല്ലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള ചരിത്രത്തിലില്ലാത്ത വിധം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തി പ്രാപിച്ചു വരികയാണ്. ഇതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ നാം നേടിയെടുത്ത അവബോധവും മതനിരപേക്ഷതയും തകർന്നു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തി പ്രാപിക്കുകയാണ്. ഇതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം മുതൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ശ്രമഫലമായി നേടിയെടുത്ത അവബോധവും മതനിരപേക്ഷതയും തകരുമെന്നും അങ്ങനെയായാൽ ഇന്നത്തെ കേരളം ഉണ്ടാകില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. LDF കൊല്ലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസം ഒരു ഉപകരണമാക്കി വർഗീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വർഗീയ ശക്തികൾ അതിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള ഇടപെടൽ കേരള രാഷ്ട്രീയത്തിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തിയായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാനാവുന്നില്ല എങ്കിൽ നവോത്ഥാന പ്രസ്ഥാനകാലം മുതൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയെല്ലാം പ്രവർത്തന ഫലമായി നേടിയ ഈ കേരളത്തിൻ്റെ ഈ അവബോധവും അതുപോലെ തന്നെ ശ്രദ്ധേയമായ രീതിയിലുള്ള മതനിരപേക്ഷ ഉള്ളടക്കവും ഈ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് അടിസ്ഥാനമായി നിലകൊണ്ട ദാർശനികമായ നിലപാടുകൾ, കൃത്യമായ അവബോധം അതെല്ലാം തകർന്നു പോയാൽ പിന്നെ ഇന്നത്തെ കേരളം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരവസ്ഥ. LDF തുടർച്ചയായി 2ാം തവണ അധികാരത്തിലെത്തിയതോടെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ വികസനം സാധ്യമായതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. LDF നേതാക്കളായ രാജീവ്, AM ഇക്ബാൽ, സുദേവൻ, ചിന്താ ജെറോം, K വരദരാജൻ, MH ഷാരിയർ, പ്രസന്ന ഏണസ്റ്റ്, ഇക്ബാൽ കുട്ടി, ബേസിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവർ ജനങ്ങളുടെ ചോദ്യത്തെ ഭയപ്പെടുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. BJP കൊല്ലം വെസ്റ്റ് ജില്ലാ ഓഫീസായ ദീനദയാൽ ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 70 കൊല്ലം കേരളം മാറി മാറി ഭരിച്ചവർ നാടിനെ നശിപ്പിക്കുകയാണ് ചെയ്തത്. മാറ്റം വേണമെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ LDF UDF സഖ്യവും NDAയുമാണ് ഏറ്റുമുട്ടുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP കൊല്ലം വെസ്റ്റ് ജില്ലാ ഓഫീസായ ദീനദയാൽ ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷമുള്ള പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. BJPയുടെ വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം എന്ന ലക്ഷ്യത്തോടൊപ്പമാണ് ജനങ്ങൾ. കേരളത്തിൽ BJP സർക്കാരും കേന്ദ്രത്തിലെ മോദി സർക്കാരും ഒന്നിച്ചാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത് ജനങ്ങളെ സേവിക്കാനാണ്, ഇവര് രാഷ്ട്രീയം ചെയ്യുന്നത് ജനങ്ങളെ വഞ്ചിക്കാനാണ്. അതാണ് വ്യത്യാസം. ഈ ഇലക്ഷനിൽ ജനങ്ങളുടെ മുമ്പിൽ 2 മുന്നണികളാണ്, 3 അല്ല 2 എന്താണ് ഞാൻ 2 പറഞ്ഞത്? CPMഉം കോൺഗ്രസും 2 അല്ല 1. ഏത് കാര്യം നോക്കിയാൽ അവർ 2 അല്ല 1. ശബരിമല കൊള്ള 1,
ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നത് 2 അല്ല 1 ആണ്. അഴിമതിയിൽ 2 അല്ല 1 ആണ്. കുടുംബ രാഷ്ട്രീയം 2 അല്ല 1 ആണ്. അപ്പോൾ ഇതുവരെ ജനങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റ് ഉണ്ടായിരുന്നില്ല. ഈ ഇലക്ഷനിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനാണ്. നാടിന്റെ ദിശയും നാട്ടുകാരുടെ ദശയും തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷൻ, കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ട ഇലക്ഷൻ. ആ ഇലക്ഷനിൽ ഒരു വശത്ത് LDF UDF, മറുവശത്ത് NDA BJP ആണ്. ഇതാണ് ഞങ്ങളുടെ സന്ദേശം, ഇതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. ഈ ഇലക്ഷനിൽ നമ്മുടെ എല്ലാ MLA-മാർക്കും അവസരം തന്നാൽ ഇതുവരെ കാണാത്ത വികസനം ഇവർ കൊണ്ടുവരും എന്ന് ഞാൻ അവരുടെ പേരിൽ വാഗ്ദാനം തരുന്നു. ഒരു MLA, അതിനൊപ്പം നരേന്ദ്രമോദിജി സർക്കാർ കൂടെ, രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നാട്ടിലും നാട്ടുകാരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് NDA BJP. ജില്ലാ പ്രസിഡന്റ് S പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ്, തിരുവനന്തപുരം മേഖലാ പ്രസിഡന്റും ചാത്തന്നൂരിലെ NDA സ്ഥാനാർത്ഥിയുമായ BB ഗോപകുമാർ, ഇരവിപുരം മണ്ഡലം സ്ഥാനാർത്ഥി സജി D ആനന്ദ, കരുനാഗപ്പള്ളി മണ്ഡലം സ്ഥാനാർത്ഥി VS ജിതിൻ ദേവ, ചവറ സ്ഥാനാർത്ഥി KR രാജേഷ്, കൊല്ലം സ്ഥാനാർത്ഥി ഡോക്ടർ N പ്രതാപ് കുമാർ, കുണ്ടറ സ്ഥാനാർത്ഥി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, BJP സംസ്ഥാന വക്താവ് റിട്ടയർഡ് കേണൽ S ഡിന്നി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇടവട്ടം വിനോദ, പ്രകാശ് പാപ്പാടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചിന്നക്കടയിൽ ആശ്രാമത്തേക്കുള്ള റോഡിൽ കല്യാൺ സിൽക്സിന് സമീപത്താണ് പുതിയ കെട്ടിടം. 10,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 4 നിലകളിലായി പൂർത്തിയാക്കിയ മന്ദിരത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക്, കോൺഫറൻസ് ഹാൾ, പാർട്ടി ജനപ്രതിനിധികൾക്ക് പരാതി കേൾക്കാനും അവരുമായി സംവദിക്കാനുമുള്ള ഇടങ്ങൾ, ജനപ്രതിനിധികൾക്ക് ഓഫീസ് മുറികൾ, ലൈബ്രറി, അടുക്കള, ഡൈനിങ് റൂം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. യുവാക്കളെ ഇവിടെ നിലനിർത്തണമെങ്കിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം. അതാണ് UDFന്റെ ലക്ഷ്യമെന്ന് ശശി തരൂർ MP. UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുണ്ടറയിൽ ഡയലോഗ് വിത്ത് തരൂർ എന്ന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പിൻവാതിൽ നിയമനങ്ങൾ ഒഴിവാക്കി അർഹതയുള്ളവർക്ക് PSCയിലൂടെ മാത്രം ജോലി നൽകാനുള്ള നടപടികൾ UDF വന്നാൽ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും കേരളത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടും UDF വോട്ട് ചെയ്താൽ മതി. അതാണ് ഞങ്ങൾ. യുവാക്കളെ ഇവിടെ നിലനിർത്തണമെങ്കിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്നും അതാണ് UDFന്റെ ലക്ഷ്യമെന്നും ശശി തരൂർ MP പറഞ്ഞു. UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം കുണ്ടറയിൽ ഡയലോഗ് വിത്ത് തരൂർ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇളമ്പള്ളൂർ ഗുരുദേവ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഞാൻ കൊല്ലത്തിലും പിന്നെ ബിന്ദു കൃഷിക്ക് വേണ്ടി ഇരിക്കുമ്പോൾ ഒരു യുവാ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വിഷ്ണുനാഥിന്റെ ഒപ്പം നിങ്ങൾ കണ്ടില്ലേ എത്ര ചെറുപ്പക്കാരായിരുന്നു ഇവിടെ ഇരിക്കുന്നത്. ചിലവര് വോട്ട് ചെയ്യാനുള്ള പ്രായമില്ല, പക്ഷെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു വോട്ട് ചെയ്യുന്ന പ്രായമുള്ളവര്. അവരെല്ലാവരും ചിന്ത അവര് ഭാവിയാണ്. 4ാം വർഷം LLB പഠിക്കുന്ന ഒരു കുട്ടി, 3ാം വർഷം പിന്നെ കോളേജ് പഠിക്കുന്ന ഒരു കുട്ടി, 5ാം വർഷം ആർക്കിടെക്ചർ. ഇവരെല്ലാവരും നാളെ ജോബ് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ എന്താവരെ കാത്തിരിക്കുന്നത്? അവർക്ക് തൊഴിലവസരമുണ്ടോ? അവർക്ക് ജീവിക്കാൻ മാർഗമുണ്ടോ? ഈ സംസ്ഥാനം അവർക്ക് വല്ല അവസരങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇതെല്ലാം ചോദിക്കാനുള്ള സമയം വൈകി. ഞാൻ പറയുന്നത് നമ്മളുടെ യുവാക്കളെ നമുക്ക് ഇവിടെ നിലനിർത്തുന്നുണ്ടെങ്കിൽ ഒരു പുതിയ രീതി വികസനം കൊണ്ടുവരണം. അതാണ് UDFന്റെ കടമ. ഏത് UDF സർക്കാർ വന്നാലും ഏത് നേതൃത്വം വന്നാലും പിൻവാതിൽ നിയമനങ്ങൾ ഒഴിവാക്കി അർഹതയുള്ളവർക്ക് PSCയിലൂടെ മാത്രം ജോലി നൽകാനുള്ള നടപടികൾ UDF വന്നാൽ കൈക്കൊള്ളുമെന്നും ഇന്നലെയെക്കുറിച്ചല്ല വരും നാളെയെക്കുറിച്ചും യുവതയെക്കുറിച്ചുമാണ് UDF ലക്ഷ്യം വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ചിന്തയുമില്ല, ഒരു ഐഡിയയുമില്ല, ഒരു വിഷയത്തിൽ നേരെ മറിച്ച് UDF ഭരണം വന്നാൽ ഞങ്ങളെ ഇവർ ചെയ്ത തെറ്റുകളൊക്കെ കണ്ട ശേഷം ഞങ്ങളെ പുതിയ രീതിയിൽ ഈ സർക്കാരിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതാണ് ഞങ്ങളുടെ സന്ദേശം. ഞാൻ എവിടെ പോയാലും ഞാൻ ഇന്നലെ കുറിച്ചല്ല സംസാരിക്കുന്നത്, നാളെ കുറിച്ചാണ്. അതാണ് എന്റെ വിശ്വാസം. നമ്മള് രാഷ്ട്രീയത്തിൽ എന്തിനാണ് വന്നിരിക്കുന്നത്? ഒരു മെച്ചപ്പെട്ട ഭാരതം ഉണ്ടാക്കാൻ, ഒരു മെച്ചപ്പെട്ട കേരളം ഉണ്ടാക്കാൻ. അതിനുവേണ്ടി ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ഇന്നത്തെ കാര്യങ്ങളും ഇന്നത്തെ വിഷയങ്ങളൊന്നുമല്ല വേണ്ടത്. നമുക്ക് ആവശ്യമുള്ളത് ടുമോറോ സൊല്യൂഷൻ. അതാണ് ഈ യുവാക്കളെ കാണുമ്പോൾ. വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംവാദത്തിൽ പങ്കെടുത്തു. സ്ഥാനാർത്ഥിയുടെ കുടുംബവും ചർച്ചയിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. വികസന തുടർച്ചയ്ക്കായി LDF മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന് PS സുബാൽ MLA. LDF സ്ഥാനാർത്ഥി C അജയ് പ്രസാദിന്റെ പുനലൂർ നഗരസഭാതല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
10 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായി സംസ്ഥാനത്ത് മൂന്നാമതും LDF സർക്കാർ അധികാരത്തിലെത്തുമെന്ന് CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ MLA പറഞ്ഞു. LDF സ്ഥാനാർത്ഥി C അജയപ്രസാദിന്റെ പുനലൂർ നഗരസഭാതല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല. എന്നാൽ സംസ്ഥാന സർക്കാർ ദുരിതബാധിതരോടൊപ്പം നിന്ന് പറഞ്ഞ വാക്കുപാലിച്ച് വീടുകൾ കൈമാറി. പവർ കട്ടും വിദ്യാർത്ഥികൾക്ക് കൃത്യമായി അധ്യയന വർഷങ്ങളിൽ പാഠപുസ്തകങ്ങൾ മുടക്കമില്ലാതെ നൽകിയ സർക്കാരായിരുന്നു LDF സർക്കാർ. പുനലൂരിൽ LDF പ്രതിനിധികൾ ജനങ്ങൾക്കൊപ്പം ചേർന്ന് വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമായാണ് തുടർച്ചയായി LDF ഇവിടെ നിന്നും വിജയിക്കുന്നത്. ഇത്തവണയും മണ്ഡലത്തിൽ LDF വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 2 തവണയായി തുടർച്ചയായി ഈ കേരളത്തിൽ അധികാരത്തിലെത്തി. ഒരു വലിയ ദൗത്യമാണ് നമ്മളിൽ എല്ലാവരുടെയും നിക്ഷിപ്തമാണ്. ആ ദൗത്യം എന്ന് പറയുന്ന ഒരു ചരിത്ര നിയമം. പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു തുടർ സർക്കാർ കേരളം. അത് തന്നെ ഒരു ചരിത്ര നേട്ടം. പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം നമ്മളോട് ആവശ്യപ്പെടുന്നത് വീണ്ടും ഒരു സർക്കാർ LDFിൻ്റെതായി അധികാരത്തിൽ വരണം. അപ്പോൾ മൂന്നാമത്തെ തുടർച്ചയായ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ. ആ ചരിത്ര നിയോഗമാണ് നമ്മളിൽ നിക്ഷിപ്തമാണ്. അതെല്ലാം വളരെ സധൈര്യം ഏറ്റെടുക്കണമെന്ന്, ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ഞാൻ പ്രിയപ്പെട്ട സാറിനോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സജി അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ, LDF നേതാക്കളായ ബാബു പണിക്കർ, K ധർമ്മരാജൻ, KK ബാബു, ആനന്ദരാജൻ പിള്ള, SM ഷെരീഫ്, K രാധാകൃഷ്ണൻ, ജോബു പെരേര, AR കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയ വീട്ടമ്മയ്ക്ക് കൃത്യമായി ചികിത്സ നൽകിയില്ലെന്ന് പരാതി. അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശി അമ്പിളിയാണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയത്. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിക്കെതിരെയാണ് പരാതി. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിക്കെതിരെയാണ് അഞ്ചൽ അഗസ്ത്യകോട് അഭയത്തിൽ അമ്പിളി മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, DMO, റൂറൽ പോലീസ് മേധാവി, അഞ്ചൽ SHO എന്നിവർക്ക് പരാതി നൽകിയത്. കഴിഞ്ഞ ഫെബ്രുവരി 12-ന് അമ്പിളിയും മകളും സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടു. ഇരുവരെയും മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു. അമ്പിളിയുടെ കാലിൽ സൈലൻസർ വീണ് പൊള്ളലേൽക്കുകയും ചെറിയ രീതിയിൽ പൊട്ടൽ സംഭവിക്കുകയും ചെയ്തിരുന്നു. പൊട്ടലിന് മാത്രം ചികിത്സ ലഭ്യമാക്കിയ ശേഷം പൊള്ളൽ അവഗണിക്കുകയായിരുന്നു എന്നാണ് പ്രധാന പരാതി. വീട്ടിലെത്തി കാലിന് വേദന കൂടിയതോടെ വീണ്ടും ആശുപത്രിയിലെത്തി. കുഴപ്പമൊന്നുമില്ലെന്നായിരുന്നു അപ്പോഴും മറുപടി. വേദനയ്ക്ക് കുറവില്ലാതെ വന്നതോടെ കൊല്ലത്തെ മറ്റൊരാശുപത്രിയിൽ എത്തിയപ്പോഴാണ് പൊള്ളൽ മൂലമുണ്ടായ മുറിവ് വെച്ചുകെട്ടിയതോടെ അണുബാധ ഉണ്ടാവുകയും ആ ഭാഗത്തെ മാംസം നശിക്കുകയും ചെയ്തതായി കണ്ടെത്തിയത്. തുടർന്ന് ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്തു നിന്ന് മാംസമെടുത്ത് കാൽഭാഗത്ത് വെക്കുകയും പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ നടത്തി സുഖം പ്രാപിച്ചു വരുന്നതായുമാണ് പരാതിക്കാർ പറയുന്നത്. ചെറിയ തുകയിൽ ഒതുങ്ങേണ്ട ചികിത്സ ഇപ്പോൾ ലക്ഷങ്ങൾ ചെലവാക്കേണ്ടി വന്നു. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മൂലമാണ് തനിക്ക് ലക്ഷങ്ങൾ ചെലവായതെന്നും അമ്പിളി ആരോപിച്ചു. ബൈക്ക് ആക്സിഡന്റ് നടന്ന് അങ്ങനെ മിഷൻ ഹോസ്പിറ്റലിൽ ചെന്ന് അവരപ്പം അങ്ങനെ നല്ല കെയറിംഗ് ഒന്നും ചെയ്യാതെ തന്നെ, നല്ല വാഷിയൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് ഒരു ബാൻഡേജ് കെട്ടിവിടുക ചെയ്ത്. അടിയിൽ നല്ല പൊള്ളലുണ്ടായിരുന്നു, 2 സൈഡിലും പൊള്ളലുണ്ടായിരുന്നു. അവരതൊന്നും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. വീണ്ടും ചെന്ന് ഓർത്തോ ഡോക്ടറെ കാണിച്ചു. ഓർത്തോ ഡോക്ടറെ കാണിച്ചപ്പം ഓർത്തോ ഡോക്ടർ നോക്കിയിട്ട് സർജനെ കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സർജനെ കാണിക്കാനാണ് പറഞ്ഞത്. അപ്പം സർജൻ നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെ ഇൻഫെക്ഷനൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഇതേപോലെ തുണി വെച്ച് ചുറ്റി വിടുക ചെയ്ത്. 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും എനിക്ക് വേദനയും വിങ്ങലും സഹിക്കാതെ വന്നപ്പോഴാണ് പിന്നെ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ച് മെഡിസിറ്റിയിലോട്ട് പോയത്. അവിടെ ചെന്ന് അഴിച്ച് നോക്കിയപ്പോഴത്തേന് കാൽ മൊത്തം ഇൻഫെക്ഷൻ ആയിപ്പോയി. അകത്തിട്ട് മാംസം എല്ലാം ചത്തുപോയി. എങ്ങനെ തുണി എങ്ങനെ ബാൻഡേജ് മാറ്റിയപ്പോഴത്തേന് മാംസവും തൊലിയും കൂടെ ഇളകി വരുന്ന രീതിയിലായിപ്പോയായിരുന്നു. ഭർത്താവ് മരിച്ച അമ്പിളി ചെറിയ കട നടത്തിയാണ് ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. നടക്കാൻ കഴിയാതായതോടെ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ്. തന്റെ മകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ആശുപത്രിയിലുണ്ടായ അശ്രദ്ധയും ചികിത്സയ പിഴവുമാണെന്നും ഇതിനെതിരെ ഏതറ്റം വരെയും നിയമപോരാട്ടം നടത്തുമെന്നും അമ്പിളിയുടെ പിതാവ് പറഞ്ഞു. ഇയാൾക്ക് കഴിഞ്ഞ 12/2/2026 ഫെബ്രുവരിയിൽ നടന്ന ആക്സിഡൻറ്റിൽ വഴിയിൽ പോയ ആളുകൾ കാറിൽ അവിടെ കൊണ്ടെത്തിക്കുകയും അവിടെ ചെന്ന് ഡ്യൂട്ടി മെയിൻ ഓർത്തോ ഡോക്ടർ ഉണ്ടായിട്ട് അവർ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡ്യൂട്ടി ഡോക്ടർ എൽബോർഡാണെന്ന് എൻ്റെ ബലമായ വിശ്വാസം. ഒരു ഡോക്ടറേതായ ഒരു ഇതും ഇല്ലാത്ത രീതിയിലും ചികിത്സ, അശാസ്ത്രീയമായ രീതിയിലും തെറ്റായ രീതിയിലുള്ള ചികിത്സ വന്നതിനാൽ കാലിൽ പൊള്ളലായിരുന്നു. അത് നോക്കാതെ അവർ മരുന്ന് വെച്ച് കെട്ടി, എല്ലാം ബാൻഡേജും പാഡും ഒക്കെ വെച്ച് കെട്ടി ഇങ്ങോട്ടുമാണ് ചെയ്തത്.
ഇത് 5 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞെങ്കിലും 3-ൽ ആയപ്പോൾ പഴുപ്പും നീരും വേദനയും കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ചെന്ന് മെയിൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞത് എനിക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മറ്റു ഡോക്ടറെ സർജനെ കാണിക്കാൻ. അങ്ങനെ സർജനെ കാണിച്ചപ്പോൾ പുള്ളി മരുന്നുകളെല്ലാം വെച്ച് കെട്ടിയിട്ടങ്ങ് വിടുകയാണ് ചെയ്തത്. എന്നിട്ട് 5 ദിവസം കഴിഞ്ഞ് വരാൻ വീണ്ടും പറഞ്ഞു. പിന്നീട് അതിന് ശേഷം ഈ ഡ്രെയിനേജ് അതിന് 15,500 രൂപ വീതം 2 ഡ്രെയിനേജ് വെച്ചാണ് ഇതിൻ്റെ അഴുക്കും പഴുപ്പും എല്ലാം പിടിച്ചെടുത്ത് കളഞ്ഞത്. ആ രീതിയിൽ ചികിത്സാപ്പെടുകൊണ്ട് മാത്രമാണ് സംഭവിച്ചേക്കുന്നതെന്ന്, അവിടെ യാതൊരു ഇതുമില്ലാത്ത ഡോക്ടേഴ്സാണെന്നും, എൻ്റെ ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടിക്ക് കാലിന് ചെറിയ ചതവ് മാത്രമാണ് പറ്റിയത്. അതിനവർ CT സ്കാൻ നടത്തിയെടുത്ത് അധികമായി തുക ഈടാക്കുന്നു. 10-20,000 രൂപയാണ് ഈ 2 പേർക്കുള്ള ചികിത്സയും കഴിച്ചത്. എല്ലാം നമുക്ക് നേരിൽ ബില്ലുകളെല്ലാം ഉള്ളതാണ്. കൃത്യമായ ചികിത്സ നൽകിയിരുന്നു എന്നും ഓർത്തോ സർജൻ ഉൾപ്പെടെയുള്ളവരെ കാണിക്കുകയും 2 ദിവസം കഴിഞ്ഞ് വീണ്ടും എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് എത്തിയില്ലെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ആശുപത്രിയിൽ പിഴവുണ്ടായി എന്നത് വാസ്തവവിരുദ്ധമാണെന്നും ഇവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഹോട്ടലിൽ ഭക്ഷ്യവിഷബാധ, നിരവധി പേർ ആശുപത്രിയിൽ. അൽഫാം കഴിച്ച ഒരു കുടുംബത്തിലെ 8 പേരാണ് ആശുപത്രിയിലായത്. സംഭവത്തിൽ ഭക്ഷ്യസാധനങ്ങളുടെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചു. കുണ്ടറ കേരളപുരം കുറ്റിയിൽ ഹോട്ടലിലാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഒരു കുടുംബത്തിലെ 8 പേർ ഹോട്ടലിലെത്തി അൽഫാം ആവശ്യപ്പെട്ടു. ആദ്യം ഇല്ല എന്ന് പറഞ്ഞെങ്കിലും 10 മിനിറ്റുകൾക്ക് ശേഷം അൽഫാം നൽകാം എന്ന് അറിയിക്കുകയായിരുന്നു. അൽഫാം കഴിച്ച ഒരു കുടുംബത്തിലെ അംഗങ്ങളായ അക്ബർ ഷാ, താജുനിസ, അൻവർ, സജിദ, 9 വയസ്സുകാരിയായ ഇർഹാന ഫാത്തിമ, 6 വയസ്സുകാരൻ മുഹമ്മദ് റഫീൻ, 3 വയസ്സുകാരൻ മുഹമ്മദ് ആലം എന്നിവർക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത്. ഇതേ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 ദിവസം മുമ്പ് ഇവിടെ നിന്ന് ആഹാരം കഴിച്ച ജിനോ ജോയി, സോനു, സോഫിയ, അനീഷ് എന്നിവർക്കും ഭക്ഷ്യവിഷബാധ ഏറ്റതായി പറയുന്നുണ്ട്. ഒരാളെ ICUവിലും മറ്റുള്ളവരെ അത്യാഹിത വിഭാഗത്തിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവർ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. കുണ്ടറ SHO തൻസീർ അബ്ദുൽ സമദിന്റെ നേതൃത്വത്തിൽ SIമാരായ അതുൽ, കിരൺ, സജിത്ത്, മനോഹരൻ പിള്ള, CPOമാരായ പ്രമോദ്, ശ്രീജിത്ത് എന്നിവരടങ്ങിയ സംഘം സ്ഥലത്തെത്തി ഭക്ഷ്യസാധനങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ഹോട്ടൽ അധികൃതരുടെ മൊഴിയും എടുത്തു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ആരോഗ്യവകുപ്പും പോലീസും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. IDPWA 4ാമത് കൊല്ലം ജില്ലാ സമ്മേളനം 29-ന് നടക്കും. കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഡെപ്യൂട്ടി മേയർ ഡോക്ടർ കരുമാലിൽ ഉദയസുകുമാരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. IDPWA 4ാമത് കൊല്ലം ജില്ലാ സമ്മേളനം മാർച്ച് 29-ന് നടക്കും. കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഡെപ്യൂട്ടി മേയർ ഡോക്ടർ കരുമാലിൽ ഉദയസുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. IDPWA സംസ്ഥാന പ്രസിഡന്റ് റുയേഷ് കോഴിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന സെക്രട്ടറി മജീദ് മൈ ബ്രദർ ആശംസാ പ്രസംഗം നടത്തും. ട്രഷറർ സുദർശനൻ ആലുങ്കൽ, സംസ്ഥാന രക്ഷാധികാരി ആഷ്ലി റാം, സംസ്ഥാന വനിതാ ചെയർപേഴ്സൺ ഷൈമ ചാത്തന്നൂർ തുടങ്ങിയവർ പങ്കെടുക്കും. IDPWA ജില്ലാ സെക്രട്ടറി ഹരിയമ്മൂസ് സ്വാഗതം പറയും. ജില്ലാ പ്രസിഡന്റ് സുനിൽ അധ്യക്ഷത വഹിക്കും. ജില്ലാ ട്രഷറർ ബിനേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ, രാഗം രാജേഷ് എന്നിവരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ IDPWA ജില്ലാ പ്രസിഡന്റ് സുനിൽ ജി, ജില്ലാ സെക്രട്ടറി ഹരി അമ്മൂസ്, ജില്ലാ ട്രഷറർ ബിനേഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ ഉദ്ഘാടകനായിരുന്ന നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ മേയറായിരുന്നു. ചില വ്യക്തിപരമായ കാരണങ്ങളാൽ അദ്ദേഹം ഇന്നലെയാണ് നമുക്ക് അറിയിപ്പ് തന്നത്. അദ്ദേഹത്തിന് വരാനുള്ള സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഡെപ്യൂട്ടി മേയറെ ഉദ്ഘാടകനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. ആ വിവരം ഈ വാർത്താ സമ്മേളനത്തിന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഈ സംഘടനയെ പറ്റി 1-2 വാക്കുകൾ ആദ്യമേ നമ്മൾ സൂചിപ്പിക്കാം. നമ്മൾ അസംഘടിതരായിരുന്ന ഒരു സംഘടനയായിരുന്നു. അപ്പോൾ വിദ്യാസമ്പന്നരും കമ്പ്യൂട്ടർ പരിജ്ഞാനമൊക്കെ ഉള്ള കുറേയധികം തൊഴിലില്ലാത്ത ആളുകൾ ചേർന്ന് ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവരുടെ ഉന്നമനം ഗവൺമെന്റ് പൊതുജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു മേഖലകൾ സർക്കാർ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് വേണ്ടത്ര ഒരു സപ്പോർട്ട് കിട്ടാതിരുന്ന വേളയിലാണ് കോവിഡിന് ശേഷം, അല്ലെങ്കിൽ കോവിഡിന് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലയളവിലാണ് ഈ സംഘടന രൂപം കൊണ്ടത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഈ സംഘടന കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഈ ഓൺലൈൻ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും അവരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് നമ്മൾ മുൻപോട്ട് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
പൈപ്പ് പൊട്ടി രൂപം കൊണ്ട കുഴി ഭീഷണിയാകുന്നു. ചവറ കോയിവിള പുത്തൻ സങ്കേതത്തിലാണ് പൈപ്പ് പൊട്ടി ജലം പാഴായി കുഴി രൂപം കൊണ്ടത്. ഇത് അപകട ഭീഷണി ഉയർത്തിയിട്ടും നടപടിയില്ല. ചവറ പുത്തൻ സങ്കേതത്തിലാണ് റോഡിൽ പൈപ്പ് പൊട്ടി വലിയ കുഴി രൂപപ്പെട്ടത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴാകുന്നത്. വെള്ളം പാഴാകുന്നതിനൊപ്പം റോഡിൽ കുഴി കൂടി രൂപപ്പെട്ടതോടെ അപകട സാധ്യത വർദ്ധിച്ചു. റോഡിലെ കുഴിയിൽ വാഹനങ്ങൾ വീഴുമ്പോൾ വെള്ളം തെറിച്ച് സമീപത്തെ കടകളിലേക്കും യാത്രക്കാരുടെ ദേഹത്തേക്കും വീഴുന്നത് പതിവാണ്. പൈപ്പിന്റെ തകരാർ പരിഹരിക്കണമെന്നും റോഡിലെ കുഴി നികത്താൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ ബന്ധപ്പെട്ടവരെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. പുത്തൻസംഖ്യ ജംഗ്ഷൻ്റെ പടിഞ്ഞാറപ്പോൾ നമ്മളെ കടൽ തൊട്ടുപാകില്ല. ഒരാഴ്ചയായത് വെള്ളം ലീക്ക്. പല ആൾക്കാരും വന്ന് ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്തെങ്കിലും കാര്യം ആരെങ്കിലും വന്നത് തീർത്ത് ഇതെന്തുവാന്ന് വെച്ചാൽ നോക്കണം. വെള്ളം രാവിലെ മുതൽ ഓവർഫ്ലോയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടങ്ങ് നനഞ്ഞ് കുളിന്ന് കിടക്കുന്നത്. റോഡെ കുഴപ്പം വണ്ടിക്കാർക്കെല്ലാം ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നത്. എന്താ ആരും ഇല്ല നോക്കാം, അധികാരപ്പെട്ടവരാരും ഇല്ലയോ? ഒന്ന് എത്രയും പെട്ടെന്ന് വന്ന് നോക്കി അതിനെ തീർപ്പുണ്ടാക്കും. നമ്മളെല്ലായിടത്തും പറയുന്നുണ്ടോ? നമ്മൾ പല ആൾക്കാരും പറഞ്ഞ് ഇന്ന് പല ആൾക്കാരും വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ വേനാളുകാർ വന്നിപ്പോൾ വീണ്ടും വന്ന് ഫോട്ടോ എടുത്തിരിക്കുക. എന്തുവാന്ന് വെച്ചാൽ അറിയണം. ഇത് തീർത്ത അഭിപ്രായം നാളെ മറ്റന്നാളെ വന്ന് തീർത്ത് നോക്കണം. മഴക്കാലത്തേതുപോലെ റോഡിൽ നിറയെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയുണ്ടായിട്ടും നടപടി സ്വീകരിക്കാത്ത വാട്ടർ അതോറിറ്റിയുടെ നടപടിയിൽ പ്രതിഷേധവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതം മാത്രം നൽകിയ സർക്കാരാണ് കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരെന്ന് NK പ്രേമചന്ദ്രൻ MP. സമസ്ത മേഖലയും പരാജയമായിരുന്നു. വിദ്യാഭ്യാസ ആരോഗ്യ രംഗം താറുമാറാക്കി. കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി മത്സര പരീക്ഷകളിൽ 1ാം റാങ്ക് നേടിയവർക്ക് പോലും ജോലി നൽകാതെ പിൻവാതിൽ നിയമനമാണ് സർക്കാർ മുഖമുദ്രയെന്നും അദ്ദേഹം പറഞ്ഞു. UDF മൈനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മൈനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റി ICS ജംഗ്ഷനിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. 10 വർഷം കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതം മാത്രം നൽകിയ സർക്കാരാണ് ഇടത് സർക്കാരെന്ന് അദ്ദേഹം ആരോപിച്ചു. അതിനാധാരമായ രാഷ്ട്രീയ കാരണങ്ങൾ ധാരാളമാണ്. അതിലെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPM-ന്റെ നേതൃത്വത്തിൽ ഇടത് ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ 10 വർഷക്കാലത്തെ ഗവൺമെന്റ് കേരളത്തിന് സമ്മാനിച്ചത് ദുരന്തം മാത്രമാണ്. സാധാരണ ജനജീവിതം ദുസ്സഹമാക്കിയ ഒരു സർക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഇപ്പൊ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് വിലക്കയറ്റം ഉൾപ്പെടെയുള്ള മൗലികമായ രാഷ്ട്രീയ വിഷയങ്ങൾ വിസ്മൃതിയിലാകുകയാണ്. കഴിഞ്ഞ 12 മാസക്കാലമായി രാജ്യത്തിന്റെ സ്ഥിതി വിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വില നിലവാരം ഉയർന്നു നിൽക്കുന്നത് വിലക്കയറ്റമുള്ള സംസ്ഥാനം, ഇൻഫ്ലേഷൻ അഥവാ നാണയപ്പെരുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വിലവർധനവുള്ള ഇന്ത്യയിലെ സംസ്ഥാനം 1ാം സ്ഥാനം കേരളമാണ്. ഉല്ലാസ് കോവൂർ മുഖ്യപ്രഭാഷണം നടത്തി. K മുസ്തഫ അധ്യക്ഷത വഹിച്ചു. MV ശശികുമാരൻ നായർ, Y ഷാജഹാൻ, PM സൈദ്, Y നജീം, കുറ്റിയിൽ ഷാനവാസ്, കുറ്റിയിൽ ശ്യാം, S രഘുകുമാർ, തോമസ് വൈദ്യൻ, രവി മൈനാഗപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. LDF വനിതാ കൺവെൻഷൻ നടത്തി. പുനലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി C അജയ് പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് അഞ്ചലിൽ വനിതാ കൺവെൻഷൻ നടത്തിയത്. പുനലൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി C അജയ് പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് LDF വനിതാ കൺവെൻഷൻ അഞ്ചലിൽ സംഘടിപ്പിച്ചത്. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി ഗിരിജ മുരളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് രഞ്ജു സുരേഷ്, ലിജു ജമാൽ, ബാബു പണിക്കർ, ലൈലജ, സുജാത, നിമ്മി എബ്രഹാം, ജ്യോതി വിശ്വനാഥ, ശാന്തകുമാരി, അംബികാകുമാരി, മായാകുമാരി, KK ജ്യോതി, PK രാജിമോൾ, K പ്രഭ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഒരു വർഗീയ സംഘർഷവും ഉണ്ടായിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത ശക്തി പ്രാപിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കണമെന്നും MV ഗോവിന്ദൻ.
എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവർ ജനങ്ങളുടെ ചോദ്യത്തെ ഭയപ്പെടുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. 70 കൊല്ലം കേരളം മാറി മാറി ഭരിച്ചവർ നാടിനെ നശിപ്പിച്ചു. മാറ്റം വേണമെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയതായും രാജീവ് ചന്ദ്രശേഖർ. യുവാക്കളെ ഇവിടെ നിലനിർത്തണമെങ്കിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്നും UDFന്റെ ലക്ഷ്യം അതാണെന്നും ശശി തരൂർ MP. പിൻവാതിൽ നിയമനങ്ങൾ ഒഴിവാക്കും. PSCയിലൂടെ മാത്രം ജോലി നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും MP. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയ വീട്ടമ്മയ്ക്ക് കൃത്യമായി ചികിത്സ നൽകിയില്ലെന്ന് പരാതി. അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശി അമ്പിളിയാണ് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയത്. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിക്കെതിരെയാണ് പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.